ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 മൺസൂൺ ഫെസ്റ്റിവൽ ഉൾപ്പെടെ 37 എപ്പിസോഡുകളും 11 റൗണ്ടുകളും നിലവിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ബിഗ് ബോസ് ആരംഭിക്കുന്നതോടെ സ്റ്റാർ സിംഗർ തൽക്കാലം സംപ്രേഷണം നിർത്തുന്നു. പകരം ഇനി സ്റ്റാർ സിംഗർ സീസൺ 10 ഇങ്ങനെ. നിലവിൽ കഴിഞ്ഞ 3 മാസത്തിലധികം സ്റ്റാർ സിംഗർ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9 മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലാകട്ടെ രാവിലെ ഈ എപ്പിസോഡുകൾ ലഭ്യമാകുമായിരുന്നു. ബിഗ് ബോസ് ആരംഭിക്കുന്നതോടെ ഈ സമയം ബിഗ് ബോസിലെ എപ്പിസോഡുകൾ കൈയടക്കും. മാത്രമല്ല ശനി ഞായർ ദിവസങ്ങളിൽ ലാലേട്ടൻ ബിഗ് ബോസിൽ വരുന്ന ദിവസങ്ങൾ ആണ് താനും. അതുകൊണ്ട് തന്നെ സ്റ്റാർ സിംഗർ സംപ്രേഷണം ബിഗ് ബോസ് കഴിയുന്നത് വരെയെങ്കിലും അവസാനിപ്പിച്ചിരിക്കുന്നു. പകരം മറ്റൊരു സംവിധാനവുമായി സ്റ്റാർ സിംഗർ എത്തിയിരിക്കുന്നു. എന്നാൽ ഇത് ആദ്യമായല്ല ഇങ്ങനെയൊരു കാര്യവുമായി സ്റ്റാർ സിംഗർ എത്തുന്നത്. കഴിഞ്ഞ സീസണിലും ഈ രീതിയിൽ തന്നെ സ്റ്റാർ സിംഗർ ചെയ്തിരുന്നു. നിലവിൽ മൺസൂൺ ഫെസ്റ്റിവൽ കഴിഞ്ഞതോടെ ഇനി 3 മാസത്തിലധികം മൺസൂൺ വെക്കേഷനാണ് സ്റ്റാർ സിംഗറിന്. ഈ മൺസൂൺ വെക്കേഷൻ കാലത്ത് സ്റ്റാർ സിംഗർ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്, സ്റ്റാർ സിംഗർ താരങ്ങളുടെ നാട്ടിലേക്കും ഒപ്പം തിരഞ്ഞെടുക്കപ്പെടുന്ന മറ്റു വേദികളിലേക്കും സ്റ്റാർ സിംഗർ സീസൺ 10 കുടുംബം എത്തും. അതിൽ സാഹചര്യമനുസരിച്ച് മത്സരാർത്ഥികളും അവതാരകയും മെന്റേഴ്സും ഒരുപക്ഷെ ജഡ്ജസും ഒക്കെ ഉണ്ടാകും. ഈ കാലയളവിൽ സ്റ്റാർ സിംഗർ ടീമിനെ എന്തെങ്കിലും പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏഷ്യാനെറ്റിനെ കോൺടാക്ട് ചെയ്യാനുള്ള അവസരവും നൽകും. ഇനിയുള്ള ഏതാനും മാസങ്ങൾ സ്റ്റാർ സിംഗർ താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയാകും അറിയാൻ കഴിയുക. ബിഗ് ബോസിന് ശേഷം സ്റ്റാർ സിംഗർ സീസൺ വീണ്ടും ടെലികാസ്റ്റ് പുനരാരംഭിക്കും. മൺസൂൺ വെക്കേഷന് ശേഷം തിരികെ എത്തുമ്പോൾ ഷോയുടെ സ്വഭാവം മാറാനാണ് സാധ്യത. എന്തെങ്കിലും പുതുമ നിലവിലെ ഷോയിൽ പ്രേക്ഷകർ അന്ന് പ്രതീക്ഷിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഏതാനും മാസങ്ങൾ സ്റ്റാർ സിംഗർ ടെലികാസ്റ്റിനായി കാത്തിരിക്കേണ്ട എന്ന് സാരം.